അസ്സലാമലൈക്കും എവരിവൺ. ഞാൻ ലാസ്റ്റ് വീക്ക് ചെയ്തൊരു വീഡിയോ അത്യാവശ്യം ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു, കമ്പാരിറ്റീവ് വിത്ത് മൈ അതർ വീഡിയോസ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിൽ ഒരുപാട് പുരുഷ പണ്ഡിതന്മാരുടെ കമൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, നല്ല രസകരമായ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ആ കാര്യത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ അവരിങ്ങനെ വലിയ വലിയ റിപ്പോർട്ട് തന്നെയായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം ഈ സമൂഹം നാശമാവാനുള്ള കാരണം സ്ത്രീയാണ്. സ്ത്രീ സാമ്പത്തികപരമായി ഉയർന്ന് അല്ലെങ്കിൽ സ്ത്രീക്ക് വിദ്യാഭ്യാസം വന്ന് ഇങ്ങനെ എല്ലാ കാലഘട്ടത്തിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എന്തൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും അത് സ്ത്രീകളെ കൊണ്ടുള്ള പ്രശ്നമാണ് എന്ന് പറയുന്ന അതേ രീതിയിലുള്ള കമൻറ്റ് തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങിയത് കൊണ്ട്, അല്ലാതെ അവരുപയോഗിക്കുന്നത് കൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. അവർ വളരെ മര്യാദയോടെ ഉപയോഗിക്കുന്നതാണ്. ഒരു സ്ത്രീയുടെ ഇൻബോക്സ് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായി അറിയാം എത്രത്തോളം മര്യാദയുള്ള ആണുങ്ങളാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത് എന്നുള്ളത്. അവർ എത്രത്തോളം സ്ത്രീകളെ അങ്ങോട്ടൊരു ദിവസം അപ്രോച്ച് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സ്ത്രീകൾ ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്, പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് പുരുഷന്മാരുടെ എണ്ണം കൂടി തന്നെ ആയിരിക്കും. എന്നിട്ടും അവർ പറയും, ഓ അത് സ്ത്രീ ശ്രദ്ധിക്കണം, സ്ത്രീകളല്ലേ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എന്തോ ആവാലോ, നമ്മൾ പുരുഷന്മാർക്ക് എന്തോ ആവാം, സ്ത്രീകൾക്ക് അത് എന്തായിരുന്നെങ്കിലും പ്രശ്നമില്ല എന്നുള്ള കാര്യം പോലെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ലോകം മുഴുവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അന്നേരം പറയാണ്, ഓ സ്ത്രീകളെ നിങ്ങൾ പിന്നോട്ട് സഞ്ചരിക്കൂ, ഞങ്ങൾ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞാലൊന്നും സ്ത്രീകൾ കേട്ടോണ്ടിരിക്കില്ല. അവരും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനും പഠിക്കാനും ചെയ്യാനും ഒക്കെ ഉണ്ട്. അതിൽ നമ്മൾ പരാതി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അത് സ്വാഭാവികമായ ഒരു കാര്യം തന്നെയാണ്. ഞാൻ അതിനകത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വളർത്തുമ്പോൾ ഭക്ഷണം കഴിച്ച പാത്രം കഴുകാനും അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ വസ്ത്രങ്ങളൊക്കെ അലക്കാൻ ആണിനെയും പെണ്ണിനെയും ഒരുപോലെ പഠിപ്പിക്കണം. അത് ആവശ്യപരമായ കാര്യമാണെന്നുള്ളത് അതുപോലും ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥ അവർക്കില്ല എന്നുള്ളതാണ് ആ കമൻറ്റ് ബോക്സ് മുഴുവൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. എല്ലാവർക്കും ഒരേ സ്വരം, സ്ത്രീകളൊഴിച്ച് പുരുഷന്മാർക്കൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അല്ല, നല്ല രീതിയിൽ പറഞ്ഞ പുരുഷന്മാരും ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല പറയുന്നത്. നമ്മൾ എന്നും ഏത് കാലത്തും ഈ സ്ത്രീകളെ പഴിചാരി മുന്നോട്ട് പോകുന്നതിന് പകരം എന്താണ് കാര്യങ്ങൾ ഏതാണ് കാര്യങ്ങൾ എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കമന്റ് എഴുതി നേരം കളയാൻ എടുക്കുന്ന എൻ്റെ പകുതി സമയം പോരെ, എന്തുകൊണ്ടായിരിക്കും ഇത് എന്നുള്ളതൊന്ന് ആലോചിച്ച് അവനവൻ്റെ വീട്ടിലെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക എന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ.